ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 14x പ്ലസ് 48 ഈക്വൽ ടു 0, വൈ സ്ക്വയർ മൈനസ് 2y മൈനസ് 35 ഈക്വൽ ടു 0. അപ്പൊ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അൺനോൺ വേരിയബിൾ എക്സ് ആയിട്ട് വരുന്നത്, രണ്ടാമത്തേത് അൺനോൺ വേരിയബിൾ വൈ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഷോർട്ട് കട്ട് നമ്മൾ ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ ഒരുപാട് തവണ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്നാലും ജസ്റ്റ് ആ ഒരു ട്രിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഏതൊക്കെയാണ് ആ ട്രിക്ക്? മൈനസ് പ്ലസും പ്ലസ് പ്ലസ്, അതായത് ഈ ഒരു കോൺസ്റ്റന്റ് അവിടെയും അതുപോലെ തന്നെ കോയഫിഷ്യന്റ് എക്സിന്റെ കോയഫിഷ്യന്റ് ആയിട്ട് വരുന്ന അവിടെയും സൈൻ നോക്കാം. ഇവിടെ പ്ലസ് പ്ലസും മൈനസ് മൈനസ് ആണ്, ഈ ഒരു കോമ്പിനേഷനിലല്ല അല്ലെ. മൈനസ് പ്ലസ് 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 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോമ്പിനേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് പ്ലസ് ആയിട്ട് വരുന്ന, ഇപ്പൊ എക്സിന്റെ ഇക്വേഷൻ ആണ് മൈനസ് പ്ലസ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇതിന്റെ സൊല്യൂഷൻസ് ഒന്നും കണ്ടുപിടിക്കേണ്ട. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ടേംസ്. ഏതൊക്കെയാണ്? ഈ രണ്ട് കോൺസ്റ്റന്റ് ടേംസും രണ്ടവിടെയും മൈനസ് വരാം. ഇവിടെ പ്ലസ് 48 ഉണ്ട്, ഇവിടെ മൈനസ് 35, ഒരവിടെ മൈനസ് ഉണ്ട്, രണ്ടവിടെയും മൈനസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. നമ്മൾ രണ്ട് ട്രിക്കുകൾ ഇതിന് മുന്നിലുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രണ്ട് കോമ്പിനേഷൻസ് അല്ല ഇവിടെ എന്ന് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് രണ്ടിന്റെയും സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്താണ് ഇവിടെ 48 ആണ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് 48 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 48 കിട്ടാനായിട്ട് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും നോക്കാം. 5 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 into 8 എന്ന് പറഞ്ഞാൽ 48 ആണ് അല്ലെ. 6 into 8 എന്ന് പറഞ്ഞാൽ 48 ആണ്. അതുപോലെ തന്നെ 6ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ 14 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യണം. 6ഉം 8ഉം ആണെന്ന് ചൂസ് ചെയ്യുന്നത്. 6ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 കിട്ടും. 6ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 എന്നും കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് മൾട്ടിപ്പിൾസ് 6ഉം 8ഉം ആണെന്ന് കിട്ടി. ഇനി സൊല്യൂഷൻസ് എങ്ങനെ എഴുതും? x1 ഈക്വൽ ടു, ഇവിടെ 6 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്തെന്ന് നമ്മൾ മൈനസ് ആക്കി എഴുതുന്നു, അതായത് -6 അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണ്, x2 എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും, -8. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. x1 എന്ന് പറയുന്നത് -6 എന്നും x2 -8 ആണെന്നും കിട്ടി. ഇനി നമുക്ക് yക്ക് രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ഇവിടെ 35 ആണ്, -35 ആണ് അല്ലേ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ -35 എന്ന് എടുക്കുന്നു. അതിനുശേഷം എന്താണ് 35, ഏതൊക്കെ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 കിട്ടും? 7 into 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 35 കിട്ടും. 7 into 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 കിട്ടും. പക്ഷെ നമുക്കിവിടെ മൈനസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പറിന് മൈനസ് കൊടുത്താലേ -35 കിട്ടുള്ളൂ. ഏത് നമ്പറിന് മൈനസ് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് -2 എന്ന് കിട്ടണം അല്ലെ. ഇപ്പൊ 7 - 5, ഇപ്പൊ 5നാണ് മൈനസ് കൊടുക്കുന്ന എക്സാമ്പിൾ വെച്ചാൽ 7 - 5 ചെയ്യുമ്പോൾ +2 ആണ് കിട്ടുക. ഇവിടെ എന്താണ്, -2 ആണ്. അപ്പൊ നമ്മൾ 5ന് മൈനസ് കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 7ന് മൈനസ് കൊടുക്കാം. 7ന് മൈനസ് കൊടുക്കുമ്പോൾ എന്തായി, 5 - 7 എത്രയാണ്, -2. -7 into 5 -35. അപ്പൊ രണ്ട് മൾട്ടിപ്പിൾസ് കിട്ടി, -7ഉം 5 ആണെന്നും. ഇനി നമുക്ക് സൊല്യൂഷൻസ് എങ്ങനെ എഴുതാം, y1 ഈക്വൽ ടു -7 ആണ്. അപ്പൊ സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും, 7 ആണെന്ന് എഴുതാം. y2 എത്രയാണ്, ഇവിടെ 5 ആണ്. സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും, -5. അപ്പൊ 7ഉം -5 ആണ് സൊല്യൂഷൻ. ഇവിടെ -6ഉം -8ഉം ആണ് സൊല്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, -6 -8 7 -5 അല്ലെ. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ -6ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, -7 ആണ് വലുത്. അപ്പൊ ലെസ് ദാൻ. -6ഉം -5 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -5 ആണ് വലുത്. അപ്പൊ ലെസ് ദാൻ. -8ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 7 ആണ് വലുത്. അപ്പൊ ലെസ് ദാൻ. -8ഉം -5ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ -5 ആണ് വലുത്. അതായത് എല്ലാം ലെസ് ദാൻ ആണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ, എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കും ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ്, എക്സ് ലെസ് ദാൻ വൈ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്.